ചബഹാർ തുറമുഖ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നുവെന്ന പ്രചരണങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. ചബഹാർ ഉപേക്ഷിച്ചിട്ടില്ല. സ്വപ്ന പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറില്ല. ഇറാനിൽ കളം മാറ്റിച്ചവിട്ടി ഇന്ത്യയുടെ പുതിയ നീക്കം. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഉപരോധങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങളും പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ചബഹാർ പദ്ധതിയിൽ പുതിയ തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ വെട്ടിച്ച് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയിലേക്കും കടന്നു ചെല്ലാൻ സഹായിക്കുന്ന ഈ തന്ത്രപ്രധാന പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രധാന രീതിയിൽ മാറ്റം വരുത്തുകയാണ് ഇപ്പോഴത്തെ നീക്കം. അമേരിക്കൻ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ചബഹാറിലെ ഇന്ത്യൻ ഓപ്പറേഷനുകൾ താൽക്കാലികമായി തന്നെ ഒരു ഇറാനിയൻ ഏജൻസിക്ക് കൈമാറാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ടാക്ടിക്കൽ പ്രോഗ്രാമിസം എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഉപരോധം നിലനിൽക്കുന്ന ആ കാലയളവിൽ ഇറാനിയൻ ഏജൻസി തുറമുഖം ഇവിടെ നിയന്ത്രിക്കും. സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഇന്ത്യ വീണ്ടും നേരിട്ട് നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും 2003 മുതൽ തന്നെ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ചബഹാർ ആകട്ടെ പാകിസ്ഥാന്റെ ഗദ്വാർ തുറമുഖത്തിന് മറുപടിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം ഉപരോധങ്ങളിൽ ഇളവ് നിർത്തിയതോടുകൂടിയാണ് ഇന്ത്യക്ക് വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. എന്നാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് സംയമനത്തോടെയുള്ള ആ ഒരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബജറ്റിൽ ഇത്തവണത്തെ ചബഹാറിനായി തന്നെ പ്രത്യേക വകവരുത്തൽ പോലും മാറ്റിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇത് പ്രതിപക്ഷ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ ബി ഇത് നടപ്പാക്കുകയാണ് ഇവിടെ ഇന്ത്യ ചെയ്യുന്നത് എന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിനോടകം തന്നെ $120 മില്യൺ ഉപകരണങ്ങൾ ഉൾപ്പെടെ തന്നെ ഇന്ത്യ തുറമുഖത്തിന് കൈമാറിയിട്ടുണ്ട്. ലിസ് അടിസ്ഥാനത്തിൽ ഇവ ഇറാനിയൻ ഏജൻസികൾക്ക് നൽകുന്നതിലൂടെ തന്നെ ഉടമസ്ഥാവകാശം ഇന്ത്യയിൽ തന്നെ തുടരും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം പാകിസ്ഥാനെ ആശ്രയിക്കാതെ തന്നെ മധ്യേഷ്യൻ വിപണിയിലേക്ക് എത്താനുള്ള ഏക മാർഗം എന്നതാണ് ചബഹാറിനെ ഇന്ത്യക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ഗുജറാത്തിലെ കണ്ട്ല തുറമുഖത്തിൽ നിന്ന് വെറും 1000 കിലോമീറ്റർ അകലെയാണ് ചബഹാർ സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ സഹായത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ നിർമ്മിച്ച ഗദ്വാർ തുറമുഖത്തെ അവിടെ നിന്നും ഭീഷണിയെ അവിടെ പ്രതിരോധിക്കുവാനും ചബഹാറിലെ ഇന്ത്യൻ സാന്നിധ്യം അനിവാര്യമാണ്. കേവലം ഒരു വാണിജ്യ തുറമുഖം എന്നതിനുപരിയായി തന്നെ ഇന്ത്യയെ യൂറോപ്പുമായും റഷ്യയുമായും ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോർഡിനേറ്ററായി തന്നെ പ്രധാന കവാടം കൂടിയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടവുമായി തന്നെ രഹസ്യ ചർച്ചകൾ തുടരുന്നതിനൊപ്പം തന്നെ ഇറാന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ചബഹാറിൽ നിന്ന് അവിടെ പിന്മാറുന്നത് ഇന്ത്യയുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ബോധ്യമുള്ളതിനാൽ തന്നെയാണ് ഇത്തരമൊരു മടക്കയാത്രയില്ല എന്നും മറിച്ച് കരുതലോടെയുള്ള ചുവടുവെപ്പാണ് നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.